നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ലഹരി വിപത്തിനെ ചെറുക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളെയും വിവിധ വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും ഏകോപിപ്പിച്ച് ഏപ്രിൽ മുതൽ അതിവിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ മാസം 30-ന് വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമ, സാംസ്കാരിക, മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും അധ്യാപക രക്ഷാകർത്ത സംഘടനകളുടെയും യോഗം ചേർന്ന് കർമ്മ പദ്ധതി തയ്യാറാക്കും. രാജീവ് ചന്ദ്രശേഖറിനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം പ്രകാശ് ജാവേദ്കറാണ് കോർ കമ്മിറ്റി യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇന്നലെയാണ് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. BJPയെ അധികാരത്തിലെത്തിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വം തന്നെ ഏൽപ്പിച്ച ദൗത്യമെന്നും അത് പൂർത്തീകരിച്ച് മാത്രമേ താൻ മടങ്ങിപ്പോവുകയുള്ളൂവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മാറ്റം കൊണ്ടുവരലാണ് ദൗത്യമെന്നും ആ മാറ്റം കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ BJP അധികാരത്തിൽ വരണമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച പുതിയ ഉത്തരവാദിത്തം അഭിമാനവും സന്തോഷവും നൽകുന്നതാണെന്നും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നന്ദിയുണ്ടെന്നും പ്രവർത്തകരുടെ പേരിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി കേരളം മൊത്തം നമ്മൾ ഇങ്ങ് എടുക്കാൻ പോവുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷനായി BJP പ്രഖ്യാപിച്ച രാജീവ് ചന്ദ്രശേഖരനെ അഭിനന്ദിച്ചും ആശംസകൾ നേർന്നും പാർട്ടി സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി രാജീവ് ചന്ദ്രശേഖറിന് ഭാരിച്ച ഉത്തരവാദിത്തമാണെന്ന് താൻ കരുതുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖറിൻ്റെ മികവ് തനിക്ക് നന്നായി അറിയാമെന്നും വളരെ നിഷ്പ്രയാസം അദ്ദേഹത്തിന് സാധിച്ചെടുക്കാവുന്ന ഉദ്യമം മാത്രമാണ് ഇതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആരോഗ്യ മന്ത്രാലയവുമായി ചർച്ചയ്ക്ക് പോകുന്നത് ആശാപ്രവർത്തകരുടെ പ്രശ്നം ചർച്ച ചെയ്യാനല്ലെന്ന് കേരള സർക്കാരിൻ്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് പറഞ്ഞു. ആശാപ്രവർത്തകരുടെ വിഷയം മാധ്യമങ്ങൾക്ക് മാത്രമാണ് വലിയ കാര്യമെന്നും ആശാപ്രവർത്തകർക്ക് വേണ്ടി സംസാരിക്കാനല്ല സർക്കാർ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും KV തോമസ് പറഞ്ഞു. എന്നാൽ KV തോമസിൻ്റെ പ്രതികരണം ഞെട്ടിക്കുന്നതെന്ന് സമരസമിതി പ്രതികരിച്ചു. KV തോമസിലൂടെ പുറത്തുവന്നത് സർക്കാർ നയമാണെന്നും സർക്കാർ സമരസമിതി നേതാവ് S മിനി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ദുർഭൂതം പരാമർശത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും വടകര MP ഷാഫി പറമ്പിലും. കാരണഭൂതമെന്ന് കേൾക്കുമ്പോൾ തെളിയിക്കുന്നതെന്നും ദുർഭൂതമെന്ന് കേൾക്കുമ്പോഴും വേണ്ടെന്നും പഴയ സഹപ്രവർത്തകനെ കൊന്നിട്ടും കുലം കുത്തിയെന്ന് വിളിച്ച മുഖ്യമന്ത്രിയെ വാഴ്ത്താൻ KC വേണുഗോപാൽ നിങ്ങളുടെ വാഴ്ത്തുപാട്ട് സംഘത്തിലെ സംഘാംഗമല്ലെന്നും കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണെന്നും മോദി മീഡിയയെയും വകവെക്കാത്ത ഒരാളാണ് നിങ്ങൾ ഉടക്കുകൊട്ടി കാട്ടുന്നതെന്നും ഇരുവരും ഫേസ്ബുക്കിൽ കുറിച്ചു. കണ്ണൂർ മുഴുപ്പിലങ്ങാട് BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ CPM പ്രവർത്തകർക്ക് ശിക്ഷ വിധിച്ചു കോടതി. 8 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 2 മുതൽ 6 വരെ പ്രതികൾക്കും 7 മുതൽ 9 വരെ പ്രതികൾക്കുമാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 11-ാം പ്രതിക്ക് 3 വർഷം തടവ് ശിക്ഷയും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചു. BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്കായി അപ്പീൽ പോകുമെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ പറഞ്ഞു. ശിക്ഷിക്കപ്പെട്ടവർ കുറ്റവാളികളാണെന്ന് ഞങ്ങൾ കാണുന്നില്ലെന്ന്, ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരെ രക്ഷിക്കാനായി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുമെന്നും ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ പ്രകാരം സ്കീം തൊഴിലാളികൾക്ക് പൂർണ്ണ തൊഴിലാളി പദവി നൽകണമെന്ന് മന്ത്രി V ശിവൻകുട്ടി കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡ്യയോട് ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രിയെ അഭിസംബോധന ചെയ്ത കത്തിൽ അംഗൻവാടി തൊഴിലാളികൾ, ആശാ തൊഴിലാളികൾ, ഉച്ചഭക്ഷണ തൊഴിലാളികൾ, മറ്റ് സ്കീം അധിഷ്ഠിത തൊഴിലാളികൾ എന്നിവർക്ക് അർഹമായ അവകാശങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകത മന്ത്രി V ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. ആശാ വർക്കർമാരുടെ സമരത്തോട് സംസ്ഥാന സർക്കാർ അനുഭാവം കാണിക്കണമെന്നും അവരുടെ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ആശാമാർക്ക് കുറഞ്ഞ പണമാണ് നൽകുന്നതെന്നും അവരുടെ ആവശ്യങ്ങളിൽ സംസ്ഥാന സർക്കാർ ഉചിതമായ നടപടിയെടുത്ത് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുകയാണ് വേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പേരിലാണ് ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ഓണത്തേറിയം കൂട്ടാൻ സർക്കാർ വിസമ്മതിക്കുന്നതെങ്കിൽ അത്രയും തുക കണ്ടെത്താനുള്ള വഴികൾ താൻ നിർദ്ദേശിക്കാമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താനിരിക്കുന്ന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ ആർഭാട പരിപാടികൾ ഉപേക്ഷിക്കുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്താൽ അവർക്ക് നൽകാനുള്ള പണം അനായാസം ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന രാപ്പകൽ സമരം 44-ാം ദിവസത്തിലേക്ക് കടന്നു. സമരസമിതി നേതാവ് എം.എ. ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ സമരകേന്ദ്രത്തിൽ നടക്കുന്ന നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്കും കടന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ ഓഫീസുകൾക്ക് മുന്നിലും ധർണ നടത്തും. ഇതിനിടെ സമരവുമായി ബന്ധപ്പെട്ട് SUCIക്ക് എതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് രാവിലെ 11 മണിക്ക് സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകും. അതേസമയം ആശാ വർക്കർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് INTC-യുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഇന്ന് മാർച്ച് നടത്തും. സംസ്ഥാനത്ത് UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ആശാ വർക്കർമാരുടെ വേതനം കൂട്ടാൻ ആലോചനയെന്ന് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച നിയമവശങ്ങൾ പരിശോധിക്കാൻ പോഷക സംഘടനയായ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജിനെ KPCC ചുമതലപ്പെടുത്തി. മിഷൻ 2026 തന്നെയാണ് പ്രധാന പ്ലാനെന്ന് പുതിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൻ്റെ ധനസ്ഥിതി ദുർബലമാണെന്നും മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത് NDAക്ക് മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എല്ലാ മാറ്റവും 1 വർഷത്തിനുള്ളിൽ കൊണ്ടുവരാനാണ് ആഗ്രഹം. റിസ്ക് എടുക്കാനുള്ള പേടിയുള്ള ആളല്ല താനെന്നും തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോഴും റിസ്ക് നോക്കിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർഷിക പരീക്ഷ അവസാനിക്കുന്ന ദിവസം സ്കൂളിൽ സംഘർഷമുണ്ടാകുന്ന തരത്തിൽ ആഘോഷ പരിപാടികൾ പാടില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ അധ്യാപകരുടെ പ്രത്യേക ശ്രദ്ധ വേണം. സ്കൂൾ കോമ്പൗണ്ടിൽ വാഹനങ്ങളിലുള്ള പ്രകടനവും അനുവദിക്കരുത്. ആവശ്യമെങ്കിൽ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. വിദ്യാഭ്യാസ ഓഫീസർമാരുടെ മേഖലാ യോഗങ്ങളിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും സംശയിച്ച് 2997 പേരെ പരിശോധിച്ചു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 194 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 204 പേരാണ് അറസ്റ്റിലായത്. താനൂരിൽ ലഹരി കേസിൽ പോലീസ് പിടികൂടിയ താമിർ ജിഫ്രി എന്ന യുവാവ് കസ്റ്റഡിയിൽ മരിച്ച കേസിൽ അന്വേഷണം നടത്തി CBI സമർപ്പിച്ച കുറ്റപത്രം കോടതി മടക്കി. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കുറ്റപത്രത്തിലെ ചില തീയതികൾ രേഖപ്പെടുത്തിയതിൽ സംഭവിച്ച പിഴവുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കോടതി കുറ്റപത്രം മടക്കിയത്. ഇത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും CBI കേന്ദ്ര വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം 27-ന് നടത്താൻ സംസ്ഥാന സർക്കാരിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി. ഈ മാസം 27-നാണ് വയനാട് ടൗൺഷിപ്പിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവോടെ തറക്കല്ലിടൽ ചടങ്ങുമായി സർക്കാരിന് മുന്നോട്ട് പോകാനാകും. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് സർക്കാർ നിശ്ചയിച്ച പ്രതിഫലം കുറഞ്ഞുപോയെന്നാരോപിച്ച് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സപ്ലൈകോ റംസാൻ ഫെയറുകൾ മാർച്ച് 30 വരെ സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് 25-നും മറ്റു ജില്ലകളിൽ 26-നുമാണ് റംസാൻ ഫെയറിന് തുടക്കമാവുക. വിഷു ഈസ്റ്റർ ഫെയർ ഏപ്രിൽ 10 മുതൽ 19 വരെയാണ് സംഘടിപ്പിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.